തിരുവനന്തപുരം പാറശാല CSI ലോ കോളേജിലെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റു. 1-ാം വർഷ വിദ്യാർത്ഥിയും നെടുമങ്ങാട് പഴകുറ്റി സ്വദേശിയുമായ അഭിറാമിനാണ് മർദ്ദനമേറ്റത്. 4-അംഗ സംഘമാണ് താമസിക്കുന്ന സ്ഥലത്ത് കടന്നുകയറി ആക്രമിച്ചത്. സീനിയർ വിദ്യാർത്ഥികളായ ബിനു, ബിജിൽ, ശ്രീജിത്ത്, അഖിൽ എന്നിവർക്കെതിരെ പാറശാല പോലീസ് കേസെടുത്തുവെന്ന ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. സലീം, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. ഇന്ന് ഈ പ്രൈം ടൈം വിത്ത് SK എന്ന പരിപാടി നിറച്ച് അക്രമങ്ങളും മരണവും പരിക്കേറ്റതും റാഗിങ്ങും ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ്. അടുത്ത ഊഴം സലീം മാലിക്കിന്. ഉമേഷ്, അതിക്രൂരമായ മർദ്ദനമാണ് 1-ാം വർഷ വിദ്യാർത്ഥിയായ അഭിറാമിന് നേരെ ഉണ്ടായത് എന്നുള്ളതാണ്. അത് ഇന്നലെയായിരുന്നു ഈ മർദ്ദനം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി ഈ അഭിറാം താമസിക്കുന്ന സ്ഥലത്ത് കടന്നു കയറിയായിരുന്നു കോളേജിലെ തന്നെ സീനിയർ വിദ്യാർത്ഥികൾ ഈ നിലയിൽ മർദ്ദിച്ചത്. ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നും അഭിറാം പറയുന്നു. നമുക്ക് അഭിറാമിൻ്റെ മർദ്ദനമേറ്റതിന് ശേഷമുള്ള ചില ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തല അടിച്ച് തകർത്തിട്ടുണ്ട്. തലയുടെ വിവിധ സ്ഥലങ്ങളിൽ വലിയ നിലയിലുള്ള പാടുകളുണ്ട്. അതായത് അതിക്രൂരമായ മർദ്ദനത്തിനാണ് അഭിറാം ഇരയായത് എന്നുള്ളതാണ്. അഭിറാം പറയുന്നത് പ്രകാരം കോളേജിലുണ്ടായ ചെറിയ പ്രശ്നത്തിൻ്റെ വൈരാഗ്യത്തെ തുടർന്നാണ് താൻ താമസിക്കുന്ന മുറിയിലേക്ക് എത്തുകയും ഇവർ ഈ നിലയിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. പാറശാല പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ബിനു, വിജിൻ, ശ്രീജിത്ത്, അഖിൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 4 പേരും ഈ കോളേജിലെ തന്നെ സീനിയർ വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിലുണ്ടായിരുന്ന ചെറിയ തർക്കങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതും 1-ാം വർഷവും മറ്റു വർഷങ്ങളും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളുടെ ഭാഗമായാണ് മദ്യപിച്ചെത്തിയ ഈ സംഘം ഈ അഭിറാമിനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് അഭിറാം നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ് എന്ന് ആശുപത്രി രേഖകളിൽ നിന്നും ഒപ്പം തന്നെ ആ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. SK. ഓക്കെ, റെജിനെ ചോദിക്കുന്നു, ഈ റാഗിങ് എന്ന് പറയുന്ന ഈ പരിപാടി നല്ല കടുത്ത ശിക്ഷ കൊടുക്കണം, നിയമം ഉണ്ടാക്കണമെന്ന്. നിയമങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. റാഗിങ് യഥാർത്ഥത്തിൽ പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ അവസാനിച്ചു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. മാത്രമല്ല വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണ് ഇത് കോളേജിൽ നിന്നും സ്കൂളുകളിലും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ഒരാൾ വരെ SFIയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുവൻ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുകൂടി വാർത്ത വരുമ്പോൾ നമ്മൾ നാണിച്ച് മുഖം മുത്തുകയല്ലാതെ മറ്റു മാർഗമില്ല. കാരണം അതേസമയം SFI എന്ന സംഘടന എന്നും റാഗിങ്ങിന് എതിർപ്പ് കാണിക്കുകയും റാഗിങ് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സംഘടനയാണ്. ആ സംഘടനയിലാണ് അതിൻ്റെ തലപ്പത്ത് സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവ് തന്നെ കോട്ടയം റാഗിങ്ങിൽ പെട്ടിരിക്കുന്നത്.